പാഠമാണ് എന്നുള്ളതാണെന്ന് പിന്നീടാണ് അറിയുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറയുകയായിരുന്നു. അതിൽ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെയുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ചയാകുന്ന വിഷയങ്ങൾക്ക് വി.ഡി. സതീശൻ മറുപടി പറയുന്നതാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്, ഡൽഹി വിമാനത്താവളത്തിൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നു. റൺവേ 28 എമർജൻസി പ്രഖ്യാപിച്ചത്. വിമാനത്തിൽ എഞ്ചിൻ തകരാറെന്ന സൂചന. ആ വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഈ ഏത് വിമാനത്തിലാണ് ഈ എഞ്ചിൻ തകരാർ പ്രശ്നം ഉണ്ടായത്? അവിടെ എമർജൻസി പ്രഖ്യാപിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്ന കൊറണ്ടോൺ എയർലൈൻസിന്റെ വിശാഖപട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് ഡൽഹിയിൽ ഇറങ്ങുന്ന വിമാനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതും റൺവേ 28 ഇന്ന് രാവിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ എന്തായാലും വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങി എന്നുള്ളൊരു വിശദീകരണമാണ് ഡൽഹി വിമാനത്താവളത്തിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ്. ഈ ഒരു ലാൻഡിംഗ് സമയത്തും വിമാനത്തിന് മറ്റ് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ഒരു അടിയന്തര ലാൻഡിംഗ് ആയിരുന്നു നടത്തിയത്. പക്ഷേ വിമാനത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ലാൻഡിങ്ങിന്റെ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വിമാനത്തിലൊരു എഞ്ചിൻ തകരാർ ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു എമർജൻസി പ്രഖ്യാപിച്ചതും വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായത്. അതെന്തായാലും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ എഞ്ചിൻ തകരാറിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ എന്തായാലും വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിമാനം എയർബസിന്റെ A320 വിമാനമാണെന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ലഭിക്കും. വിമാനത്തിന് സാങ്കേതിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് അടിയന്തരമായി നിലത്തിറക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് വിമാനത്താവളങ്ങളിൽ കൂടി ഈ ഒരു അടിയന്തരാവസ്ഥ എമർജൻസി ഡിക്ലെയർ ചെയ്യാറുള്ളത്. വിമാനം ഏത് റൺവേയിലാണോ ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ റൺവേയിലായിരിക്കും പ്രധാനമായിട്ടും ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യുക. അത്തരത്തിലാണ് റൺവേ 28 ഇന്ന് രാവിലെ എന്തായാലും ഈ ഒരു എമർജൻസി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഈ വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ നടക്കുന്നു. പക്ഷേ എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ് എന്നുള്ള വിശദീകരണം കൂടി ഇപ്പോൾ എന്തായാലും വിമാനത്താവളത്തിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ശരി, ഇപ്പോൾ അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.